അധ്യായം 50 പരാന്തക ആതുരശാല. അടുത്ത ദിവസം രാവിലെ കുന്തവയുടെ മാളികയുടെ മുന്നിൽ അമ്പാരി വെച്ച ആന വന്നു നിന്നു. കുന്തവയും വാനതിയും പടികളിൽ കൂടി കയറി അമ്പാരിയിൽ ഇരുന്നു. വീഥികളെല്ലാം കടന്ന് ആന പടവീടുകളുള്ള സ്ഥലത്തേക്ക് പോയി. വീഥികളിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. വീടിന്റെ ചുവരുകളിൽ കാവിക്കട്ടികൊണ്ട് ശ്രീമുരുകന്റെ ലീലകളും ദുർഗാപരമേശ്വരി മഹിഷാസുരനെ വധിക്കുന്നതും ചോള രാജാക്കന്മാരുടെ പ്രധാന യുദ്ധരംഗങ്ങളുമെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നു. ആന വരുന്നത് കണ്ട കുട്ടികൾ ആർത്തു വിളിച്ചുകൊണ്ട് പിന്നാലെ കൂടി. വീടുകളിൽ നിന്നും പുറത്തു വന്ന വലിയവരും അവരുടെ കൂടെ കൂടി. പടവീടുകളിൽ സൈനികരുടെ പ്രായമായ മാതാപിതാക്കളും മറ്റു കുടുംബാംഗങ്ങളും കുട്ടികളുമായിരുന്നു താമസം. അതിനടുത്താണ് അവർക്ക് വേണ്ടി കുന്തവ തന്റെ സ്വന്തം സമ്പാദ്യത്തിൽ നിന്നും ഒരു ആതുരശാല ഉണ്ടാക്കിയിരിക്കുന്നത്. അവരുടെ മുതുമുത്തശ്ശനായ പരാന്തകരുടെ പേരാണ് ആതുരശാലയ്ക്ക് നൽകിയത്. സമയം കിട്ടുമ്പോൾ കുന്തവ ആ വൈദ്യശാലയിൽ വന്ന് പടവീടുകളിലെ അന്തേവാസികളോടും ആതുരശാലയിലെ വൈദ്യരോടും കുശലാന്വേഷണം ചെയ്യുന്നത് പതിവാണ്. ആന നടമടക്കിയിരുന്നു. രണ്ടുപേരും ആനപ്പുറത്തു നിന്നും ഇറങ്ങി ആതുരശാലയിലേക്ക് പ്രവേശിച്ചു. പിറകെ വന്ന സ്ത്രീകളെല്ലാം അവരെ പൊതിഞ്ഞു നിന്നു. വളരെ നിഷ്കളങ്കരായ അവർ അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഇളയ തമ്പുരാട്ടിയോട് പറഞ്ഞുകൊണ്ടിരുന്നു. അതിനിടെ വൈദ്യശാലയിലെ തലമൂത്ത വൈദ്യർ അവരെ എതിരേറ്റ് അകത്തു കൊണ്ടുപോയി ഇരുത്തി. വൈദ്യരെ, കോടിക്കരയ്ക്ക് അടുത്തുള്ള കാടുകളിൽ പല അമൂല്യമായ മരുന്നുചെടികൾ ഉണ്ടെന്ന് താങ്കൾ പറഞ്ഞല്ലോ. അങ്ങോട്ട് പോകാൻ വേണ്ടി ഒരാളെ ഞാൻ അയച്ചിരുന്നു. അയാൾ വന്നോ? ഉവ്വുദേവി, നല്ല ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരനെ ഈശാന ഭട്ടർ കൂട്ടിക്കൊണ്ടുവന്നു. അവൻ്റെ കൂടെ എൻ്റെ മകനെയും ഞാൻ കോടിക്കരയ്ക്ക് അയക്കാം. എൻ്റെ മകൻ കോടിക്കരയിൽ നിന്ന് മൂലികയും കൊണ്ട് തിരിച്ചു വരും. മറ്റേയാൾ അവിടെ നിന്ന് ഈഴത്തിലേക്ക് പോകും എന്നാണ് പറഞ്ഞത്. ഈഴത്തിൽ നിന്നുകൂടി മൂലികകൾ ആവശ്യമുണ്ടോ? വാനതി ചോദിച്ചു. അപ്പോൾ വൈദ്യർ പറഞ്ഞു, അതേ ദേവി, ലക്ഷ്മണരുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ഹനുമാൻ സഞ്ജീവിനി മല കൊണ്ടുവന്നപ്പോൾ ഒരു കഷ്ണം കോടിക്കരക്കാട്ടിൽ വീണു. സഞ്ജീവിനി മല ലങ്കയിൽ ഇറക്കി വെച്ചതിനാൽ അവിടെയും അമൂല്യമായ മൂലികകൾ ഉണ്ട്. ഞാൻ വിചാരിച്ച മൂലികകൾ അവിടെ നിന്നും കിട്ടുകയാണെങ്കിൽ ചക്രവർത്തിയുടെ അസുഖം ഞാൻ തന്നെ ഭേദമാക്കാം. ദൈവകൃപയാൽ അങ്ങനെ തന്നെ ആവട്ടെ. ആ രണ്ട് ചെറുപ്പക്കാർ എവിടെ? യാത്രയ്ക്ക് തയ്യാറായി ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വൈദ്യർ അവരെ തൻ്റെ അറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വന്ധ്യദേവനും വൈദ്യരുടെ മകനും പോകാൻ തയ്യാറായി ഇരിക്കുകയായിരുന്നു. വ്യത്യസ്തമായ വേഷം ധരിച്ച വന്ധ്യദേവനെ കണ്ട് കുന്തവ പുഞ്ചിരിച്ചു. വാനതി അവനെ കണ്ട് കുന്തവയോട് രഹസ്യമായി ചോദിച്ചു, ഇത് നമ്മൾ ജ്യോത്സ്യരുടെ... അയാളെപ്പോലെ തന്നെയാണ് എനിക്കും തോന്നുന്നത്. ജ്യോത്സ്യനെ കണ്ടതിനു ശേഷം വൈദ്യനെ കാണാൻ വന്നിരിക്കുകയാണ്. നിന്നെപ്പോലെ അദ്ദേഹത്തിനും വല്ല പ്രശ്നങ്ങൾ കാണും എന്ന് അവളോട് പറഞ്ഞിട്ട് വന്ധ്യദേവനെ നോക്കി പറഞ്ഞു, ചക്രവർത്തിക്ക് വേണ്ടി മൂലികകൾ കൊണ്ടുവരാൻ ലങ്കയ്ക്ക് പോകാൻ സമ്മതിച്ചത് നിങ്ങളാണോ? അതേ രാജകുമാരി, ഞാനാണ് പോകുന്നത്. ഇളയ രാജകുമാരനെങ്ങാനും കണ്ടാൽ എന്തെങ്കിലും വിശേഷം പറയാനുണ്ടോ? കുന്തവ കുസൃതി ചിരിയോടുകൂടി പറഞ്ഞു. കൊടുമ്പാളൂർ രാജകുമാരിക്ക് നല്ല സുഖമില്ല. ഇടയ്ക്കിടയ്ക്ക് ബോധക്കേടുണ്ടാകുന്നുണ്ട്. അതിനാൽ ഇങ്ങോട്ട് വേഗം പുറപ്പെട്ടു വരണം എന്ന് പറയൂ. നാണം കൊണ്ട് മുഖം ചുവന്ന വാനതി അവളോട് പറഞ്ഞു. അങ്ങനെയൊന്നും പറയരുത്. ഇളയ തമ്പുരാട്ടിയുടെ സംരക്ഷണയിൽ 4 നേരം ഭക്ഷണം കഴിച്ച് സുഖമായിരിക്കുന്നു എന്ന് പറയൂ. രണ്ടുപേരും പറഞ്ഞതായും പറയാം. ഏതാണ് ശരിയെന്ന് രാജകുമാരൻ തീരുമാനിച്ചോട്ടെ, അവൻ പറഞ്ഞു. വൈദ്യരെ, തിരുമന്ദിര അധികാരിയുടെ കയ്യിൽ നിന്നും ഇവർക്ക് കൊണ്ടുപോകാനുള്ള ഓലകൾ ലഭിച്ചോ? ദേവി, ചക്രവർത്തിക്ക് വേണ്ടി മൂലികകൾ കൊണ്ടുവരാൻ പോകുന്ന ഇവർക്ക് അവർ പോകുന്ന വഴിയിലുള്ള ഉദ്യോഗസ്ഥർ വേണ്ട സഹായ സഹകരണങ്ങൾ നൽകണം എന്ന ഒരു ഓലയും കോടിക്കരയിലെ ദീപസ്തംഭത്തിന്റെ കാവൽക്കാരന്റെ ഒരു പ്രത്യേക ഓലയും കിട്ടിയിട്ടുണ്ട്. അവ ഇവരുടെ പക്കൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താമസിക്കേണ്ട, ഉടൻ പുറപ്പെടട്ടെ എന്ന് പറഞ്ഞ് കുന്തവ പുറത്തിറങ്ങി. വന്ധ്യദേവനും കൂട്ടുകാരനും വേണ്ടി അരമനയിൽ നിന്ന് 2 ഉയർന്ന ജാതി കുതിരകൾ തയ്യാറായി നിന്നു. പുറപ്പെടുന്നതിന് മുമ്പ് വന്ധ്യദേവന് ഇടയ്ക്കിടെ ഓരോ സംശയം വരും. കുന്തവയ്ക്കാണെങ്കിൽ പുതിയതായി ഓരോ ജാഗ്രതാ നിർദ്ദേശം തോന്നും. അവസാനം വന്ധ്യദേവനും സഹയാത്രികനും കുതിരപ്പുറത്ത് കയറി. നിങ്ങൾ ആദ്യം പോയിക്കോളൂ എന്ന് കുന്തവ പറഞ്ഞതിനു ശേഷം മാത്രമേ വന്ധ്യദേവൻ അനങ്ങിയുള്ളൂ. പിരിയാൻ മനസ്സില്ലാത്ത 2 പ്രാവശ്യം തിരിഞ്ഞു നോക്കിയതിനു ശേഷം അവൻ കുതിരയ്ക്ക് ഒരടി വെച്ചു കൊടുത്തു. അവൻ്റെ കുതിര 4 കാലിൽ പാഞ്ഞു. വൈദ്യരുടെ മകൻ അവൻ്റെ പിന്നാലെ എത്താൻ വളരെ വിഷമിക്കുന്നുണ്ടായിരുന്നു. ആനപ്പുറത്ത് കയറി തിരിച്ചു യാത്ര തുടങ്ങിയപ്പോൾ കുന്തവ ഓരോ ചിന്തയിലാണ്ടു. മനുഷ്യ മനസ്സ് എത്ര വിചിത്രമാണ്. പേരെടുത്ത രാജാക്കന്മാരെയും മറ്റു വീരാതിവീരന്മാരെയും വേണ്ടെന്ന് വെച്ച തൻ്റെ മനസ്സ് വഴിയിൽ വെച്ച് കണ്ട ഈ ചെറുപ്പക്കാരൻ്റെ കാര്യത്തിൽ എന്തിനാ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്? അവൻ പോകുന്ന കാര്യം നിറവേറ്റി ഭദ്രമായി തിരിച്ചു വരണമെന്ന് എന്തിനാണ് മനസ്സ് വേവലാതിപ്പെടുന്നത്? ചേച്ചി, എന്താ ഇത്ര വലിയ ചിന്ത? വാനതി ചോദിച്ചു. ഒന്നുമില്ല. ആ ചെറുപ്പക്കാരൻ്റെ അഹംഭാവം കണ്ട് അവനെ ഈ പണി ഏൽപ്പിച്ചത് ശരിയായോ എന്നാലോചിച്ചതാണ്.
ചേച്ചി, അയാൾ ആളൊരു ഭയങ്കരനാണ്, ഒരു വലിയ കൊള്ളക്കാരനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? സാധാരണ കൊള്ളക്കാർ സ്വർണം, വെള്ളി, പണം എന്നിവയൊക്കെയാണ് കൊള്ളയടിക്കുക. പക്ഷേ ഇയാൾ ചോളവംശത്തിൻ്റെ കുലവിളക്കിനെ തന്നെ കൊള്ളയടിച്ചു കൊണ്ടുപോകുമോ എന്ന് എനിക്ക് പേടിയാകുന്നു. പൊടി കള്ളി, അതൊന്നും നടക്കില്ല. ഞാൻ നിന്നെ പോലെയാണെന്ന് വിചാരിച്ചു. വഴിക്ക് വെച്ച് കുറേ സ്ത്രീകൾ കൂട്ടമായി നിൽക്കുന്നത് കണ്ട് എന്താണെന്ന് കുന്തവ തിരക്കി. ലങ്കയിൽ പോയ തങ്ങളുടെ ഭർത്താക്കന്മാരും സഹോദരന്മാരും പട്ടിണിയിലാകുമോ എന്ന ആശങ്കയിലാണ് അവർ. ഭക്ഷണ സാമഗ്രികൾ കയറ്റി അയക്കരുത് എന്ന് തഞ്ചാവൂർ കോട്ടയിൽ നിന്നും